കൺസ്യൂമർ തിയറിലെ ഡിമാൻഡ് ആണ് പറഞ്ഞിരുന്നത് ഫസ്റ്റ് യൂണിറ്റ്. ഇനി സെക്കൻഡ് യൂണിറ്റ് ആണ് യൂട്ടിലിറ്റി അനാലിസിസ്. അപ്പൊ എന്താണ് യൂട്ടിലിറ്റി നോക്കാം. യൂട്ടിലിറ്റി റിഫേഴ്സ് ടു ദി സാറ്റിസ്ഫാക്ഷൻ ഡിറൈവ്ഡ് ഫ്രം ദി കൺസെപ്ഷൻ ഓഫ് എ ഗുഡ് ഓർ എ സർവീസസ്. അല്ലെങ്കിൽ വേറൊരു സിംപ്ലി ആയിട്ട് പറയാം, എന്താണ് വാണ്ട് സാറ്റിസ്ഫൈയിങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി. അതായത് ഒരു സാധനം അല്ലെങ്കിൽ സേവനം അല്ലെ സാധനത്തിന്റെയോ സേവനത്തിന്റെയോ ഉപഭോഗത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ സംതൃപ്തിയെയാണ് എന്ത് പറയാ, യൂട്ടിലിറ്റി എന്ന് പറയാം. അതായത് ഒരു സാധനമോ സേവനമോ നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ആ സംതൃപ്തിയെയാണ് എന്ത് പറയാ, നമ്മള് യൂട്ടിലിറ്റി എന്ന് പറയാം. അതാണ് യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി പറഞ്ഞാൽ മനസ്സിലായെങ്കിലോ, ഒരു സാധനത്തിന്റെയോ സേവനത്തിന്റെയോ ഉപഭോഗത്തിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തി. ഇനി അതിൽ പഠിക്കാനുള്ളത് 3 മെയിൻ അപ്രോച്ചസ് ഇൻ യൂട്ടിലിറ്റി അനാലിസിസ്. യൂട്ടിലിറ്റി അനാലിസിസിൽ 3 മെയിൻ അപ്രോച്ചസ് ഉണ്ട്. അതിന് മുന്നേ യൂട്ടിലിറ്റി കൊണ്ടുവന്നത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബെർണോളിയാണ്, ഡാനിയൽ ബെർണോളിയാണ് അത് യൂട്ടിലിറ്റി അനാലിസിസ് ആദ്യം കൊണ്ടുവന്നത്. ഇനി അതിൽ നമ്മളിപ്പോ പറഞ്ഞത് 3 മെയിൻ അപ്രോച്ചസ് ഓഫ് യൂട്ടിലിറ്റി അനാലിസിസ്. ആദ്യം കാർഡിനൽ അപ്രോച്ച് ഓർ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്, ഓർഡിനൽ അപ്രോച്ച് ഓർ ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് സെക്കൻഡ് വൺ ആണ്. മൂന്നാമത്തെയാണ് റിവീൽഡ് പ്രിഫറൻസ് തിയറി അല്ലെങ്കിൽ ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് അല്ലെങ്കിൽ മാർഷാൾസ് യൂട്ടിലിറ്റി അപ്രോച്ച്. എന്താണ് മാർഷാൾസ് യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറയാൻ കാരണം, ആൽഫ്രഡ് മാർഷാൾ ആണ് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, യൂട്ടിലിറ്റി കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ആരാണ്, ആൽഫ്രഡ് മാർഷാൾ ആണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ അത് കാരണമാണ് എന്ത് വന്നത്, മാർഷാൾസ് യൂട്ടിലിറ്റി അപ്രോച്ച് എന്നുള്ള പേര് കൂടി വന്നത്. മാർഷാളിയൻ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറയും. അപ്പോൾ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ആണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. അതിന് ഫസ്റ്റ് നമുക്ക് അസംപ്ഷൻസ് നോക്കാം അല്ലെ. റേഷണാലിറ്റി. എന്താണ് റേഷണാലിറ്റി? കൺസ്യൂമേഴ്സ് ആർ റേഷണൽ എന്ന് പറയും അല്ലെ. ദേ എയിംസ് അറ്റ് മാക്സിമം ദെയർ യൂട്ടിലിറ്റി സബ്ജക്ട് ദെയർ ഇൻകം കൺസ്ട്രെയിൻ അല്ലെ. നമ്മൾക്ക് നമ്മുടെ കാശിനൊത്ത് നമുക്കൊരു സാധനം കിട്ടിയെങ്കിൽ അല്ലെ, അതിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടിയെങ്കിൽ നമ്മൾ സംതൃപ്തിയാണ് അല്ലെ അതില്. അതായത് റേഷണൽ പീപ്പിൾ ആണ് നമ്മൾ. നമ്മുടെ ഇൻകത്തിനനുസരിച്ച് ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടാൻ നോക്കും, മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ നോക്കും. അതായത് നമ്മൾ കൺസ്യൂമേഴ്സ് എപ്പോഴും എന്താണ്, റേഷണൽ ആണെന്ന് പറയും. അടുത്തത് കാർഡിനലി മെഷറബിൾ യൂട്ടിലിറ്റി. കാർഡിനലി മെഷറബിൾ യൂട്ടിലിറ്റി പറഞ്ഞാൽ നമ്മള് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചില് നമ്മൾ മെഷർ ചെയ്യുക എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെച്ചാൽ ഫസ്റ്റ് നമ്പേഴ്സ് ആണ്, ക്വാണ്ടിഫയബിൾ ഇങ്ങനെ നമ്പേഴ്സ് ആണ്. 1, 2, 3 എന്ന് വെച്ചിട്ടാണ് നമ്മൾ യൂട്ടിലിറ്റി മെഷർ ചെയ്യാന്നാണ് ആര് കണ്ടെത്തിയത്, ആൽഫ്രഡ് മാർഷാൾ പറയുന്നത്. അങ്ങനെ യൂട്ടിലിറ്റി അളക്കാനായിട്ട് ഒരു യൂട്ടിൽസ് പറഞ്ഞിട്ടുള്ള ഒരു ഇമാജിനറി യൂണിറ്റ് ഓഫ് മെഷർ അത് കണ്ടുപിടിച്ചിട്ടുണ്ട്, യൂട്ടിൽസ്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, യൂട്ടിൽസ് ആണ് എന്താണ് യൂട്ടിലിറ്റി അളക്കുന്ന മെഷർ ചെയ്യണ യൂണിറ്റ്. ഇനി അടുത്താണ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഈസ് കോൺസ്റ്റന്റ്. അതായത് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഇൻഡിപെൻഡന്റ് ആൻഡ് അഡിറ്റീവ് യൂട്ടിലിറ്റീസ് ആണ്. അതായത് യൂട്ടിലിറ്റി ഓഫ് ദി കൺസ്യൂമർ ബൈ പർച്ചേസിംഗ് എ ഗുഡ് ഡസ് നോട്ട് ഡിപെൻഡ് ഓൺ ദി ക്വാണ്ടിറ്റീസ് ഓഫ് അതർ ഗുഡ് കൺസ്യൂംഡ്. അതായത് but is strictly based on that good only. The utility is additive, interdependent utilities of all commodity purchased by a consumer could be added to a obtained total. അതായത് ആ യൂട്ടിലിറ്റിയിൽ എന്താ, ഇൻഡിപെൻഡന്റും ആണ് ആൻഡ് അഡിറ്റീവ് യൂട്ടിലിറ്റീസ് ആണ് അതിൽ. ഇനി അടുത്ത് പറഞ്ഞ ഇൻട്രോസ്പെക്റ്റീവ് ആണ്. എന്താ ഇൻട്രോസ്പെക്റ്റീവ് പറഞ്ഞാൽ ആത്മപരിശോധന എന്നൊക്കെ പറയും. നമ്മള് ഇതിന്റെ ഇത് സത്യമായിരിക്കണം എന്നില്ല, ഒരു ഊഹാപോഹം ഒന്ന് ഗസ് ചെയ്തിട്ട് ഒരു അസ്യൂം ചെയ്യണതാണ് ഇത് അല്ലെ. നമ്മൾ അസ്യൂം ചെയ്തത് ഇത് ജനറലൈസേഷൻ ചെയ്യുക. അതായത് നമ്മൾ ഈ തന്നത് ഫുള്ളായിട്ട് സത്യമായിരിക്കണം, ശരിയായിരിക്കണം എന്നില്ല. അതാണ് ഇതിൽ പറയുന്നത് ഇൻട്രോസ്പെക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതാണ് മെഷർ ഓഫ് യൂട്ടിലിറ്റി. ഇനി പറയാനുള്ളതാണ് മെഷേഴ്സ് ഓഫ് യൂട്ടിലിറ്റി അല്ലെ. അതിൽ ആദ്യത്തെയാണ് ടോട്ടൽ യൂട്ടിലിറ്റി. എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റി? ടോട്ടൽ യൂട്ടിലിറ്റി പറഞ്ഞാൽ ദി സം ഓഫ് ഓൾ ദി
ഇൻഡിവിജ്വൽ യൂട്ടിലിറ്റീസ് അല്ലെ, എന്തിന്റെ തുകയാണ്? ഓൾ ഇൻഡിവിജ്വൽ യൂട്ടിലിറ്റീസിന്റെ സമ്മ് തുകയാണ് എന്ത് പറയുന്നത്? ടോട്ടൽ യൂട്ടിലിറ്റി. അപ്പൊ ഈ ടോട്ടൽ യൂട്ടിലിറ്റി കാണാനുള്ള ഇക്വേഷൻ ആണ് TU is equal to U1 plus U2 plus U3. അതാണ് എന്ത്? ടോട്ടൽ യൂട്ടിലിറ്റി കാണാനുള്ള ഇക്വേഷൻ. ടോട്ടൽ യൂട്ടിലിറ്റി ഈക്വൽ ടു U1 plus U2 plus U3. ഈ U1 U2 U3 പറയുന്നത് എന്താണ്? എല്ലാ ഇൻഡിവിജ്വൽസിന്റെയും യൂട്ടിലിറ്റികളെയാണ് കാണിക്കുന്നത്. ഇതിന്റെ സമ്മാണ് എന്ത്? ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അല്ലെ. ഇനി അടുത്താണ് മാർജിനൽ യൂട്ടിലിറ്റി. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് മാർജിനൽ കോസ്റ്റ് ആയിരുന്നു അല്ലെ. മാർജിനൽ കോസ്റ്റ് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർജിനൽ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? അഡീഷൻ അല്ലെ. അപ്പൊ അത് ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ ദ യൂട്ടിലിറ്റി വെൻ ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് ദി കമ്മോഡിറ്റി ഈസ് കൺസ്യൂംഡ്. അതായത് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡീഷൻ ടു ടോട്ടൽ യൂട്ടിലിറ്റി, അതായത് ടോട്ടൽ യൂട്ടിലിറ്റിക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതാണ് എന്ത്? മാർജിനൽ യൂട്ടിലിറ്റി. അതായത് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ യൂട്ടിലിറ്റിക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയാ? മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയാ. മാർജിനൽ യൂട്ടിലിറ്റി കാണാനുള്ള ഇക്വേഷൻ ആണ് mu equal to delta TU by delta Q അല്ലേ. ടോട്ടൽ യൂട്ടിലിറ്റിയിലുള്ള ചേഞ്ചസ് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്, അതാണ് എന്ത്? MU എന്ന് പറയുന്നത്. ടോട്ടൽ യൂട്ടിലിറ്റിയിലുള്ള ചേഞ്ചസ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ Q അല്ലെ. എന്താണ്? ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. അപ്പൊ ഇതാണ് ഇത് കണക്കാക്കണതിന്റെ ഫോർമുല. ഇനി അടുത്തതാണ് അപ്പൊ TUN അല്ലെ. തോനുണ്ടാവും അല്ലെ, കുറെ ഇൻഡിവിജ്വൽസിന്റെ ഉണ്ടാവുമ്പോ എന്താണ് ഇക്വേഷൻ വരിക? TUN പറയുമ്പോ U1 U2 U3 X അല്ലെ, UN വരെ അല്ലെ, അങ്ങനെ ഉണ്ടാവും അല്ലെ. U1 plus U2 plus U3 X. അടുത്തതാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം തന്നു, അപ്പൊ നമ്മളത് കുടിച്ചു. പിന്നെ നമുക്ക് ആ ഒരു ഗ്ലാസ് വെള്ളം തന്നു, അപ്പൊ പിന്നെയും കുടിച്ചു. അപ്പൊ നമ്മുടെ എന്താ? യൂട്ടിലിറ്റി എന്താണ്? കുറഞ്ഞു വരികയാണ് അല്ലെ. അതായത് ഒരു കമ്മോഡിറ്റി കണ്ടിന്യൂസ് ആയിട്ട് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അതിന്റെ മാർജിനൽ യൂട്ടിലിറ്റി എന്താവും? കുറയും അല്ലേ. അതായത് ഒരു കമ്മോഡിറ്റി കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിപ്പോ ഏതെങ്കിലും സാധനം കഴിക്കുകയാണെങ്കിലും വേണ്ടില്ല, എന്തായാലും വേണ്ടില്ല, നമുക്കൊരു സാധനം പിന്നെ ആദ്യം കഴിച്ച ആ യൂട്ടിലിറ്റി ആയിരിക്കും പിന്നെ തരുമ്പോ അല്ല അല്ലെ. അതായത് നമുക്ക് ആദ്യം കിട്ടുന്ന യൂട്ടിലിറ്റി അല്ല പിന്നെ നമുക്ക് പിന്നെ കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതാണ് പറയുന്നത് ഈ ലോയില്, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയിൽ പറയുന്നത്. അതായത് നമ്മളൊരു കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യുമ്പോൾ ആദ്യം കിട്ടുന്ന യൂട്ടിലിറ്റി അല്ല നമുക്ക് ഉണ്ടാവുക. അപ്പൊ എന്താണ്? അവിടെ മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരും. അതാണ് ഈ ലോയിൽ പറയുന്നത്. അതായത് നമ്മളിപ്പോ വെള്ളത്തിന്റെ കാര്യം എടുത്തോ, അതേപോലെ ഏതിന്റെ കാര്യം എടുത്താലും നമുക്ക് ആദ്യം കിട്ടുന്ന യൂട്ടിലിറ്റി അല്ല പിന്നെ കിട്ടുന്നത്. അപ്പൊ അവിടെ എന്താണ്? മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരുന്നുണ്ട്. അതാണ് ഈ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ നമ്മുടെ ആൽഫ്രഡ് മാർഷാൾ പറയുന്നത്. ഇനി നമ്മളൊരു ടേബിളിലേക്ക് കിടക്കുകയാണ് അല്ലെ. അതായത് യൂണിറ്റ്സ് തന്നിട്ടുണ്ട്, ടോട്ടൽ യൂട്ടിലിറ്റി തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് എന്താണ്? മാർജിനൽ യൂട്ടിലിറ്റി കണ്ടെത്തണം. ആദ്യം തന്നത് എന്താ? നമുക്കറിയാം മാർജിനൽ യൂട്ടിലിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താന്ന് വെച്ചാൽ ഡെൽറ്റ TU ഡിവൈഡഡ് ബൈ ഡെൽറ്റ Q. അതായത് TU ടോട്ടൽ യൂട്ടിലിറ്റിയിലുള്ള ചേഞ്ചസ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ഡിമാൻഡിലുള്ള ചേഞ്ചസ്. അപ്പൊ നമ്മൾ എന്താ? ഡെൽറ്റ TU ഇവിടുന്ന് ഇങ്ങോട്ട് 10 ആണ് അല്ലെ ഡിഫറെന്റ്. ഇവിടെ ഒന്നുമില്ല, ഇവിടെ 10 ആണ് ഡിഫറെന്റ്. അതായത് ഇവിടുത്തെ ഡിഫറൻസ് എന്താണ്? 10 ആണ്. അപ്പൊ നമ്മൾ എന്താ? ഈ ഡെൽറ്റ TU പറയുന്നത് 10/1. അതായത് അപ്പൊ ഇവിടെ എന്തായിരിക്കും? 10 ആയിരിക്കും. അടുത്ത ഇവിടുന്നുള്ള ഡിഫറൻസ് എന്താ? 6 ആണ്. ഡെൽറ്റ Q പറയുന്നത് 1 ആണ്. 6/1 1 എന്ന് പറയുന്നത് എത്രയാണ്? 6 തന്നെയാണ്. ഇവിടെ 16 20 ഡിഫറൻസ് എന്താണ്? 4 ആണ്. 4/1 4 തന്നെയാണ്. ഇവിടെ 2 ആണ്. 2 അല്ലെ, അങ്ങനെ കിട്ടും. പക്ഷെ ഇവിടെ നോക്കിയേ, ഈ 22ൽ നിന്ന് 22ൽ ഡിഫറൻസ് ഇല്ല അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്? 0 ആണ് അല്ലെ. 0/1 0 ആണ്. ഈ 22ൽ പിന്നെ എന്താണ്? കൂടിയിട്ടല്ല വരുന്നത് അല്ലെ, കുറയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്? -2. അതാണ്. ഇപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. അതായത് ടോട്ടൽ യൂട്ടിലിറ്റി കൂടി വരുന്തോറും എന്താണ്? മാർജിനൽ യൂട്ടിലിറ്റി കുറയുന്നുണ്ട് അല്ലെ. പക്ഷെ അതിന്റെ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ ചേഞ്ചസ് ഒന്നും പറ്റില്ല അല്ലെ. അപ്പൊ അവിടെ എന്താണ്? 0 ആയിട്ട് നിൽക്കുന്നു. പിന്നെ എന്താ? ടോട്ടൽ യൂട്ടിലിറ്റി കുറയുമ്പോൾ എന്തുണ്ടാവുന്നു? മൈനസിലേക്ക് കിടക്കുന്നു. ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇവിടെ ഇതേപോലെ തന്നെയാണ് നമ്മൾ ഈ ടോട്ടൽ യൂട്ടിലിറ്റി എന്താണ്?
ഇൻക്രീസ് ചെയ്ത് വരുമ്പോൾ അല്ലെ, കണ്ടോ ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്ത് വരുമ്പോൾ MU എന്താണ് ചെയ്യുന്നത് അല്ലെ, ഡിക്രീസ് ആവുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി. അതായത് നമ്മൾ ഈ ഗ്രാഫിൽ ഇത് തന്നെയാണ് നമ്മൾ ഈ ഗ്രാഫിലേക്ക് കിടക്കുന്നത്. അതായത് MU പോസിറ്റീവ് ആയിരിക്കുമ്പോൾ ഏതാണ് ഈ MU ഇതാണ് അല്ലെ, ഇത് TU. MU പോസിറ്റീവ് ആയിരിക്കുമ്പോൾ TU എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങുന്നു അല്ലെ, ബട്ട് എ ഡിമിനിഷിംഗ് റേറ്റ്. TU റീച്ചസ് മാക്സിമം, TU മാക്സിമത്തിലേക്ക് എത്തുമ്പോൾ എന്തുണ്ടാകുന്നു, MU ബിക്കം 0 അല്ലെ. ഇത് മാക്സിമം പോയിന്റിൽ എത്തി അല്ലെ, അപ്പൊ എന്തായിരിക്കുന്നു MU എന്തായിരിക്കുന്നു, ബിക്കം 0 അല്ലെ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, MU എന്താണ് പോസിറ്റീവ് ആയിരിക്കുമ്പോൾ എന്താണ് TU എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യാണ്. പക്ഷേ TU മാക്സിമം പോയിന്റിൽ എത്തുമ്പോൾ MUക്ക് എന്ത് പറ്റുന്നു, 0 ആയിട്ട് പോകുന്നു അല്ലെ. കണ്ടോ TU എന്താണ് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ MUന് എന്ത് പറ്റുന്നു, MU പോസിറ്റീവ് ആണ് അല്ലെ, കുഴപ്പമില്ല. പക്ഷെ TU മാക്സിമത്തിൽ എത്തുമ്പോൾ അതെ TU മാക്സിമത്തിൽ എത്തുമ്പോൾ MU എന്താണ് 0 ആവുന്നു അല്ലെ. പിന്നെ അങ്ങോട്ട് ഡിമിനിഷ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ, മൈനസിലേക്ക് കിടക്കുകയാണ് ചെയ്യുന്നത്. അതായത് TU സ്റ്റാർട്ട്സ് ഡിക്ലൈൻ, MU ബിക്കംസ് എന്താണ്, TU ഡിക്ലൈൻ ചെയ്യുമ്പോൾ, ഇവിടെ TU ഡിക്ലൈൻ ചെയ്യുമ്പോൾ എന്താണ് MUന് പറ്റുന്നത്, നെഗറ്റീവ് ആവുന്നു അല്ലെ. ഈ പോയിന്റിന് നമ്മൾ നേരത്തെ പറഞ്ഞു TU അത്യാവശ്യം മാക്സിമം പോയിന്റിൽ എത്തുമ്പോൾ നമ്മൾ പറഞ്ഞു MU എന്താണ് ബിക്കം 0 ആണു അല്ലെ. ഈ പോയിന്റിനെയാണ് സാച്ചുറേഷൻ പോയിന്റ് അല്ലെങ്കിൽ സാച്ചുറേഷൻ പോയിന്റ് എന്നും പറയും. അപ്പോ TU ഡിക്ലൈൻ ചെയ്യുമ്പോൾ MUന് എന്താണ് പറ്റുന്നത്, TU ഡിക്ലൈൻ ചെയ്യുമ്പോൾ MU ഈസ് എ നെഗറ്റീവ് അല്ലെ, MU എന്താണ് നെഗറ്റീവ് ആവുന്നു. ഇപ്പൊ ഒന്നും കൂടി ഞാൻ പറയാണ്, TU അതായത് TU പോസിറ്റീവ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ അതായത് TU ഇൻക്രീസ് ചെയ്യുമ്പോൾ അല്ലെ, നമ്മുടെ ഇവിടെ TU ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്, MU പോസിറ്റീവ് ആണ്. TU മാക്സിമം പോയിന്റിൽ എത്തുമ്പോൾ MU 0 ആണ്. TU ഡിക്ലൈൻ ചെയ്യുമ്പോൾ MU നെഗറ്റീവ്. അപ്പൊ ഒന്നും കൂടി പറയാണ്, MU പോസിറ്റീവ് ആയിരിക്കുമ്പോൾ TU ഇൻക്രീസിങ് ലെവലിലാണ്, MU 0 ആയിരിക്കുമ്പോൾ അല്ലെ TU മാക്സിമം പോയിന്റിൽ അല്ലെ. അപ്പൊ ഈ പോയിന്റ് ഞാൻ എന്ത് പറഞ്ഞു, സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറഞ്ഞു. അതായത് MU പോസിറ്റീവ് ആവുമ്പോൾ TU ഇൻക്രീസിങ് ലെവലിലാണ്, TU മാക്സിമം പോയിന്റിൽ എത്തുമ്പോൾ MU എന്താണ് 0 ആണ്. TU ഡിക്ലൈൻ ചെയ്യുമ്പോൾ അതായത് ടോട്ടൽ യൂട്ടിലിറ്റി ഡിക്ലൈൻ ചെയ്യുമ്പോൾ MU എന്താണ് നെഗറ്റീവ് ആണ്. ഇതാണ് ഈ ഗ്രാഫിക്കിൽ പറയുന്നത്. ഇനി അടുത്തതാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം അല്ലെ. കൺസ്യൂമർ എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിലാവുക, അദ്ദേഹത്തിന് ഒരു പോയിന്റിൽ വെച്ചിട്ട് മാക്സിമം അല്ലെ, അറ്റ് ദിസ് പോയിന്റ് അല്ലെങ്കിൽ അറ്റ് ഇറ്റ് ഈസ് ദ പോയിന്റ് ഓഫ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ആ പോയിന്റിലാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാൻ പറ്റുക അല്ലെ. മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ആ ടൈമിലാണ് നമ്മൾ എന്താ പറയാ, കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാൻ പറ്റുക അല്ലെ. അപ്പൊ നമ്മളൊരു ഗ്രാഫ് ഇത് കണ്ടോ, ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് X ആണ്, പ്രൈസ് ഓഫ് X ആണ് അല്ലെ. ഇവിടെ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് X ഈക്വൽ ടു PX. കാരണം എന്താ, ഈ ഒരു ടൈമില് അതായത് MU ഈക്വൽ ടു PX അല്ലെ, കൺസ്യൂമർ ഇവിടെ എന്താണ് ഇക്വിലിബ്രിയത്തിലാണ് അല്ലെ. അതേപോലെ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് X ഗ്രേറ്റർ ദാൻ PX ആണെങ്കിൽ എന്താണ്, ആ ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യും. അതേപോലെ ഇങ്ങനെയാണെങ്കിൽ എന്താ, പ്രൈസ് ഓഫ് എക്സിനേക്കാൾ കൂടുതലാണ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് X എങ്കിൽ ഇൻക്രീസ് ഹിസ് ടോട്ടൽ യൂട്ടിലിറ്റി ബൈ പർച്ചേസിങ് മോർ ഓഫ് X അല്ലെ. അങ്ങനെയാണെങ്കിൽ പർച്ചേസിങ് മോർ ഓഫ് X. എന്നാൽ MUX ലെസ് ദാൻ PX ആണെങ്കിലോ അദ്ദേഹം ആ കൺസ്യൂമർ എന്ത് ചെയ്യും, ഇൻക്രീസ് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി ബൈ റെഡ്യൂസിങ് പർച്ചേസിങ് ഓഫ് X. അതാണ് ഇതിൽ പറയുന്നത് കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൽ. ഇതെന്താണ്, സിംഗിൾ കമ്മോഡിറ്റിയുടെ കാര്യത്തിൽ പറയുന്നതാണ് ഇത്, സിംഗിൾ കമ്മോഡിറ്റി. അതായത് സിംഗിൾ കമ്മോഡിറ്റി കൺസ്യൂമർ ഇക്വിലിബ്രിയം ആണ് ഇത് പറയുന്നത്. അതായത് നമ്മള് MUX അതായത് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് X ഗ്രേറ്റർ ദാൻ PX ആണെങ്കിൽ നമ്മൾ എന്താണ്, അതായത് പ്രൈസ് ഓഫ് എക്സിനേക്കാൾ കൂടുതൽ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് X ആണെങ്കിൽ ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ
മോർ ഓഫ് എക്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. എന്നാൽ ലെസ് ദാൻ പി എക്സ് ആണെങ്കിലോ, അതായത് പ്രൈസ് ഓഫ് എക്സ് പറയണത് മാർജിനൽ യൂട്ടിലിറ്റിനേക്കാൾ കുറയാണെങ്കിൽ ഇൻക്രീസിങ് യൂട്ടിലിറ്റി എന്തായാലും ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസിങ് ടോട്ടൽ യൂട്ടിലിറ്റി ആണെങ്കിലും അവിടെ എന്താണ് പർച്ചേസിങ് ഓഫ് എക്സ് കമ്മോഡിറ്റി എന്തായിരിക്കും, കുറവായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തതാണ് ലോ ഓഫ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി. ലോ ഓഫ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ യൂട്ടിലിറ്റി, അതായത് ലോ ഓഫ് ഇക്യുമാർജിനൽ യൂട്ടിലിറ്റിക്ക് വേറൊരു പേരുണ്ട്, ഗോസൻ സെക്കൻഡ് ലോ. അപ്പൊ ഫസ്റ്റ് ലോ ആണ് നമ്മളുടെ എന്താണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ലോ ഓഫ് ഇക്യുമാർജിനൽ യൂട്ടിലിറ്റിയുടെ വേറൊരു പേരാണ് ഗോസൻ സെക്കൻഡ് ലോ. അതായത് വേറൊരു പേരുണ്ട് ലോ ഓഫ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ, ലോ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. ഈ 3 പേരുകളും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അതിൽ നമ്മൾ ഇനി കാണാൻ പോകുന്നത്, നമ്മളിപ്പോ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി പഠിച്ചു. ഇനി അടുത്തതാണ് ലോ ഓഫ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൺസ്യൂമേഴ്സ് 2 കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യുമ്പോൾ ഓരോ കമ്മോഡിറ്റിയിൽ സ്പെൻഡ് ചെയ്യുന്ന മണി വെവ്വേറെ ആയിരിക്കും. അതായത് 2 കമ്മോഡിറ്റി കൺസ്യൂമർ പർച്ചേസ് ചെയ്യുമ്പോൾ ഓരോ കമ്മോഡിറ്റിയിലും സ്പെൻഡ് ചെയ്യുന്ന മണി എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. പക്ഷേ ആ കൺസ്യൂമർ കൺസ്യൂമർക്ക് ആ രണ്ട് കമ്മോഡിറ്റിയിൽ നിന്നും കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഒന്നായിരിക്കും, അതായത് ഈക്വൽ ആയിരിക്കും. അതായത് ഒരു കൺസ്യൂമർ 2 കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യുമ്പോൾ ഓരോ കമ്മോഡിറ്റിയിൽ സ്പെൻഡ് ചെയ്യുന്ന മണി ഡിഫറെന്റ് ആയിരിക്കും. പക്ഷേ ആ 2 കമ്മോഡിറ്റിയിൽ നിന്നും ആ കൺസ്യൂമറിന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഈക്വൽ ആയിരിക്കും. അതാണ് എന്താ ലോ ഓഫ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി. കാരണം ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ MUX മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ Px equal to MUY divided by PY. ഇത് എന്താണ്, 2 കമ്മോഡിറ്റിയിലുള്ള കാര്യമാണ് അല്ലെ പറയണത്. ഓർ MUX ഡിവൈഡഡ് ബൈ, ഇതിന് വേറെ തരത്തിൽ എഴുതാം, MUX ഡിവൈഡഡ് ബൈ MUY ഈക്വൽ ടു PX ബൈ PY എന്ന് എഴുതാം അല്ലേ. ഇനി ഇത് 2 കമ്മോഡിറ്റിയുടെ കാര്യമാണ് അല്ലെ പറയുന്നത്. ഇനി 2ൽ കൂടുതൽ കമ്മോഡിറ്റി ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് ഇക്വേഷൻ ആവുക, MUX ഡിവൈഡഡ് ബൈ PX ഈക്വൽ ടു MUY ഡിവൈഡഡ് ബൈ PY ഈക്വൽ ടു MUZ ഡിവൈഡഡ് ബൈ PZ ഈക്വൽ ടു, ഇങ്ങനെ എക്സെട്ര പറഞ്ഞിട്ട് ഇങ്ങനെ പോയിട്ട് അവസാനം എന്താ MUN ഡിവൈഡഡ് ബൈ PN. അപ്പൊ ഈ ഇക്വേഷൻ ഈ രണ്ട് കമ്മോഡിറ്റിയിലുള്ളതും 2 or more 2ൽ കൂടുതൽ കമ്മോഡിറ്റികളിൽ ഉണ്ടെങ്കിലും ഈ ഇക്വേഷൻ എന്താ ചെയ്യണം, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയും പഠിച്ചു, ലോ ഓഫ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റിയും പഠിച്ചു. രണ്ടിനും ഡിഫറൻറ്റ് മനസ്സിലായി. അതായത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയിൽ എന്താണ് പറയുന്നത്, ഒരു കമ്മോഡിറ്റി കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുമ്പോൾ അതിന്റെ മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരും. ഇതിലെന്താ പറയുന്നത്, ഒരു കൺസ്യൂമർ 2 കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യുകയാണ് അല്ലെ, രണ്ടിനും ഡിഫറെന്റ് ആയിട്ടുള്ള മണിയാണ് അദ്ദേഹം സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ 2ൽ നിന്നും കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ ആണ് MUX ഡിവൈഡ് ബൈ PX MUY ഡിവൈഡ് ബൈ PY. ഇങ്ങനെ 2 കമ്മോഡിറ്റിയിലാണെങ്കിലും ഇങ്ങനെ എഴുതിയാൽ മതി. പക്ഷെ മോർ ദാൻ 2 ആണെങ്കിൽ അല്ലെ, 2 or more 2ൽ കൂടുതലാണെങ്കിൽ ഈ ഇക്വേഷൻ എഴുതിയിരിക്കണം. MUX ഡിവൈഡ് ബൈ PX ഈക്വൽ ടു MUY ഡിവൈഡ് ബൈ PY ഈക്വൽ ടു MUZ ഡിവൈഡ് ബൈ PZ ഈക്വൽ ടു എക്സെട്ര MUN ഡിവൈഡ് ബൈ PN. ഇതാണ് ലോ ഓഫ് ഇക്യുമാർജിനൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഗോസൻസ് സെക്കൻഡ് ലോ. ഇനി അടുത്താണ് ഡെറിവേഷൻ ഓഫ് ഡിമാൻഡ് കർവ് ഇൻ കാർഡിനൽ യൂട്ടിലിറ്റി തിയറി. അതായത് ഡിറൈവ് ചെയ്യണതാണ്, അതത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ല. അടുത്തതാണ് ലിമിറ്റേഷൻസ് ഓഫ് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് അല്ലെ. അതിൽ ആദ്യം പറയുന്നത് അൺറിയലിസ്റ്റിക് അസംഷൻ അല്ലെ. എന്താണ് ഇതിന്റെ ലിമിറ്റേഷൻസ് ആണ്. അൺറിയലിസ്റ്റിക് അസംഷൻ പറഞ്ഞ എന്താണ്,
നമ്മളിപ്പോ പറഞ്ഞു യൂട്ടിലിറ്റി ക്വാണ്ടിഫയബിൾ ആണെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞ ഒരാളുടെ യൂട്ടിലിറ്റി നമുക്ക് അളക്കാൻ പറ്റില്ല അല്ലേ? അളക്കാൻ പറ്റുമോ? നമ്പേഴ്സ് ആയിട്ട് നമ്മൾ അളക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. പക്ഷെ അതെന്താണ്? കാനോട്ട് ബി ക്വാണ്ടിഫയബിൾ. നമ്മുടെ യൂട്ടിലിറ്റി അളക്കാൻ പറ്റില്ല. അത് ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള അസംഷൻ ആണെന്നാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? കോൺസ്റ്റൻസി ഓഫ് മണി അല്ലേ? മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ലൈക്ക് എനി അതർ ഗുഡ് ഈസ് സബ്ജക്ട് ടു ദി ചേഞ്ചസ് വിത്ത് ദി ചേഞ്ചസ് ഓഫ് മണി സ്റ്റോക്ക്. അവിടെ പറയുന്നത് എന്താ വെച്ചാൽ നാം മറ്റേതൊരു സാധനത്തെയും പോലെ പണത്തിന്റെ സ്റ്റോക്കിന്റെ മാറ്റത്തിനനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമാണ് അല്ലേ? നാം മറ്റേതൊരു സാധനത്തെയും പോലെ പണത്തിന്റെ സ്റ്റോക്കിന്റെ മാറ്റത്തിനനുസരിച്ചിട്ട് നമ്മൾ എന്താണ്? മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഇനി അടുത്താണ് ഇഗ്നോറുടെ ഇൻകം എഫക്റ്റ് അല്ലെ? ഇഗ്നോറുടെ ഇൻകം എഫക്റ്റ് നമ്മൾ ഈ ഭാഗത്ത് ഇഗ്നോർ ചെയ്യാണ് അല്ലെ? എന്തിനെ? ഇൻകം എഫക്റ്റിനെ ഇഗ്നോർ ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഈ ആൽഫ്രഡ് മാർഷാള് ഇൻകം എഫക്റ്റിനെ എന്താണ് ചെയ്യുന്നത്? ഇഗ്നോർ ചെയ്യാണ് പറയുന്നത് അല്ലെ? അടുത്തതാണ് ഇൻട്രോസ്പെക്ഷൻ. നമ്മൾ ഇൻട്രോസ്പെക്ഷനെ കുറിച്ച് മുന്നേ പറഞ്ഞു അല്ലെ? ഒരു ആത്മപരിശോധന. ഇത് സത്യമായിരിക്കണമെന്നില്ല അല്ലെ? ഇത് നമ്മൾ സത്യമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണ്? Cardinal utility analysis based on introspection and generalization which need not always be true. അല്ലേ? സത്യമായിരിക്കണം എന്നില്ല. ഓൾസോ ഇൻട്രോസ്പെക്ഷൻ ഈസ് നോട്ട് എ സയന്റിഫിക് മെത്തേഡ് ഓഫ് അനാലിസിസ്. അതാണ് ഈ ഇൻട്രോസ്പെക്ഷൻ പറയുന്നത്. ഇതെന്താണ്? ഇത് സത്യമായിരിക്കണം എന്നില്ല അല്ലേ? ഈ ബേസ്ഡ് ഇൻട്രോസ്പെക്ഷൻ ആൻഡ് ജനറലൈസേഷൻ വിച്ച് നീഡ് നോട്ട് ഓൾവേസ് ബി ട്രൂ അല്ലേ? സത്യമായിരിക്കണം, ശരിയായിരിക്കണം എന്ന് ഇല്ല എന്നാണ് ഇതിൽ പറയുന്നത്. ഇതാണ് ലിമിറ്റേഷൻസ് ഓഫ് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. ഇതാണ് ഇതോടെ ഈ പാഠം കഴിഞ്ഞു, യൂണിറ്റ് കഴിഞ്ഞു. അങ്ങനെ ഇത് അവസാനിക്കുകയാണ്. അങ്ങനെ ഇത് സെക്കൻഡ് ലെസൺ അല്ലെ? സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള യൂട്ടിലിറ്റി അനാലിസിസ് കംപ്ലീറ്റ് ആയി. താങ്ക് യു.